ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ബടി സോപ്പ് ജീര പൗഡർ 1 സ്പൂൺ. ഇത്ര ഗരം മസാല പൊടിച്ചിട്ട് എടുക്കണം. ഏലക്ക, ഫൂള്, കെത്ത, ജാവിത്രി, ചപ്പില്ലേ അത്, കറാമ്പ്, കുറച്ച് കുരുമുളക്. അങ്ങനെ വറുക്കണം. കുറച്ച് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കണം. കുറച്ച് ചൂട് മാറിയ പിന്നെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. ഇതേമാതിരി നോക്കും. ഇതേമാതിരി പൊടിച്ചിട്ട് എടുക്കണം. നല്ല മണം നല്ല വരുന്നു. പിന്നെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് പിന്നെ ഈ കറിച്ചപ്പില്ലേ, കറിച്ചപ്പിനെ കുറച്ച് വറുത്തിട്ട് അതിനെ പൊടിച്ചിട്ട് എടുക്കണം. ചൂടാക്കിയിട്ട് ഒക്കെ തന്നെ ഇടണം. എനിക്ക് മറന്ന് അങ്ങനെ വൈകിയത്. ഒക്കെ തന്നെ ഇട്ടിട്ട് ഗരം മസാല പൊടിച്ചിട്ട് എടുക്കും. പിന്നെ ഇതിൻ്റെ ഇതേ ചട്ടി ഒഴിക്കണം. പിന്നെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. മിക്സ് നല്ല ആക്കണം. മിക്സാക്കി നല്ല ഇതേമാതിരി മിക്സ് ആയിക്കൊണ്ട് വേണം. ഇത്ര മിക്സാക്കി എത്ര നല്ല ടേസ്റ്റ്. ഇതേമാതിരി മിക്സ് ആയിക്കൊണ്ട് എല്ലാം മിക്സാണ് ഒക്കെ, ഉപ്പല്ലോ. പിന്നെ ഇതില്ലേ തന്തൂരി മസാല, ചിക്കൻ തന്തൂരി മസാല, അതിൻ്റെ പാക്കറ്റ് ഇടണം. ഒരു പാക്കറ്റ് അതിനെ പൊടിച്ചിട്ട് ഇതിൽക്കിടണം. നോക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല പീടികയിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ്. പുരയിലുണ്ടാക്കിയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ്. പൊടിയിടണം തന്തൂരി മസാലൻ്റെ. ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കണമൊക്കെ. നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ല മിക്സാണ്. മിക്സ് എത്ര ആക്കിയത് നല്ലത്. മിക്സാക്കി പിന്നെ ഞാൻ കറിച്ചപ്പ് പൊടിച്ചിട്ട് വെച്ചിട്ടില്ലേ അതിനിടണം. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി മിക്സ് ആക്കണം. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിട്ട് പിന്നെ ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമുക്ക് ഇതേമാതിരി മിക്സ് എത്ര ആക്കി എത്ര നല്ലത്. പിന്നെ ഇതിൽ ഒലിവ് ഓയിൽ, നെയ്ത്തെണ്ണ ഇല്ലത് ഞാനൊരു കിണ്ണിട്ടിന്. പിന്നെ ഇല്ലേ 1/4 കിലോ ഞാൻ തയ്യാറെടുത്തിന്. അതിനെ നല്ല മിക്സ് ആക്കിയിട്ടില്ലേ ഒടിച്ചിട്ട് നല്ല അതിന് ഇതേ ടോപ്പ് കത്തിടണം. പിന്നെ ലിമ്പ് വേണം, ലിമ്പ് ഇടാം. പിന്നെ ഇതേമാതിരി കോയിനെ നല്ല മസാല തേച്ചിട്ട് എടുക്കണം. നല്ല മസാല തേക്കണം. എനിക്ക് പിടിക്കും മാതിരി. ഇതേമാതിരി ഇതേമാതിരി 2 കിലോ കോയിനെല്ലാം ഇതേമാതിരി ആക്കി ഉണ്ടാക്കിയിട്ട് എടുക്കണം. മസാല തേച്ചിട്ട് അങ്ങനെ മേൽക്കും താഴേക്കെല്ലാം. അതിനെ എത്ര 4-5 മണിക്കൂർ അതിനെ മസാല പിടിക്കാൻ വെക്കണം. നല്ല ടേസ്റ്റ് ചിക്കൻ തന്തൂരി മസാല ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കും. അങ്ങനെ ഇതേമാതിരി നോക്കും. മസാല തേച്ചിട്ട് വെക്കണം. പിന്നെ എടുത്തിട്ട് ഗ്രില്ലില്ലേ ഇതിനെ പുറത്ത് തീ കത്തിച്ചിട്ടില്ലേ ഗ്രില്ലിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നു. ഗ്രില്ലിട്ടിട്ട് ഞങ്ങൾ ഉള്ളിൽ തന്നെ ആക്കുന്നില്ല. ഞങ്ങളിവിടെ ഉള്ളിൽ പുറത്ത് സ്ഥലം ഇല്ലല്ലോ, അങ്ങനെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കൽ. ഇതേമാതിരി ഗ്രില്ലിലേക്ക് മുകളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബ്രഷിൽ എണ്ണ തേക്കണം. പിന്നെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ കൈക്കോയിന നല്ല ടേസ്റ്റ്. നിങ്ങൾ ഇക്കളം ഉണ്ടാക്കി നോക്കും. കുറച്ച് മുകളിലേക്ക് എണ്ണ തേക്കണം ബ്രഷിൽ. ഇതേമാതിരി ബ്രഷിൽ എണ്ണ തേച്ചിട്ട് കൊടുക്കണം. പിന്നെ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് കൊത്തമ്പീർ എടുക്കണം, 4-5 വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് തൈരിടണം, ഒരു 100 ഗ്രാംസ്. കുറച്ച് ഉപ്പിടണോ,
ആവശ്യത്തിന് വേണ്ടിയത്. പിന്നെ ഒരു സ്പൂണില്ലേ പഞ്ചസാര ഇടണം. പിന്നെ അതിനത്ര അരച്ചിട്ടെടുക്കണം. ഇതേമാതിരി നല്ല മിക്സ് ആക്കണം. വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഞാൻ മിക്സി കയറ്റി വെള്ളം ഒഴിച്ച് നല്ല ടേസ്റ്റ്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം. वीडियो अच्छा लगा तो लाइक शेयर सब्सक्राइब करना ना भूलें। एक बार ट्राई ज़रूर करना।